ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഏലിയാസ് ചുള്ളി. നമ്മൾ വാട്സപ്പിൽ പലപ്പോഴും മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നവരാണ്. വാട്സപ്പിൽ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുമ്പോൾ അടിക്കുറിപ്പുള്ള ഫോട്ടോസോ വീഡിയോസോ നമ്മൾ ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ അടിക്കുറിപ്പുകൾ ഉണ്ടാവില്ല. ആ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ മാത്രമേ ഫോർവേഡായി പോകാറുള്ളൂ. അടിക്കുറിപ്പോടുകൂടി ഫോട്ടോസോ വീഡിയോസോ എങ്ങനെ ഫോർവേഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ടിപ്സാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ അടിക്കുറിപ്പുള്ള ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് വരും. ഈ 3 ഡോട്ടിൽ ഷെയർ എന്ന ബട്ടൺ കാണാം. ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ വാട്സപ്പ് എന്ന് കാണിക്കും. വാട്സപ്പിൽ അത് നമുക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എവിടേക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ വാട്സപ്പിലോട്ടാണ് ഷെയർ ചെയ്യുന്നത്. വാട്സപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് നിലവിലുള്ള ഗ്രൂപ്പുകളോ വ്യക്തികളോ നമ്മുടെ ലിസ്റ്റ് വരും. നിലവിൽ വാട്സപ്പിൻ്റെ പുതിയ ഫീച്ചർ അനുസരിച്ചിട്ട് 5 പേർക്ക് നമുക്കത് ഫോർവേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 5 പേരെ സെലക്ട് ചെയ്യുകയാണ്. 5 ഗ്രൂപ്പിലേട്ടായിട്ട് ഗ്രൂപ്പിലേക്ക് സെലക്ട് ചെയ്തു. 5 ഗ്രൂപ്പിൽ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ താഴത്തെ ആരോമ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ വരും വീഡിയോ അടിക്കുറിപ്പും. എന്നിട്ട് ഈ ആരോമ വീണ്ടും റൈറ്റ് സൈഡിൽ താഴത്തെ ആരോമ കൊടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോസോ വീഡിയോസോ അടിക്കുറിപ്പോടുകൂടി നമുക്ക് അടുത്ത ഗ്രൂപ്പിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അടിക്കുറിപ്പുള്ള ഫോട്ടോസോ വീഡിയോസോ മറ്റുള്ളവരിലേക്ക് അയക്കുന്നതിന് ഈ ഒരു ടിപ്സ് ഉപകാരപ്രദമാകും. നമ്മൾ ഇത്തരത്തിൽ അയച്ചു കഴിയുമ്പോൾ ഫോർവേഡഡ് മെസ്സേജ് എന്ന് കാണിക്കില്ല, നമ്മൾ അയക്കുന്നതായിട്ട് കാണിക്കുള്ളൂ. അപ്പോൾ ഈ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറ്റവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.